ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നോളജ് സെൻറ്റർ. ഇന്ന് നമ്മൾ 8th ബേസിക് സയൻസിലെ 6ാമത്തെ ചാപ്റ്റർ ആണ് കേട്ടോ പഠിക്കുന്നത്. 6ാമത്തെ ചാപ്റ്ററായ ലോഹങ്ങളും അലോഹങ്ങളും എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. 6ാമത്തെ ചാപ്റ്ററിൻ്റെ പേരാണ് ലോഹങ്ങളും അലോഹങ്ങളും. ഈ ഒരു ചാപ്റ്ററിന്റെ തുടക്കത്തിൽ തന്നെ എന്താണ് ലോഹങ്ങളുടെ ചില സവിശേഷതകളാണ് കേട്ടോ പറയുന്നത്. ഒന്നാമത് മാലിയബിലിറ്റി ആണ് കേട്ടോ. മാലിയബിലിറ്റി എന്താന്ന് നോക്കാം. ലോഹങ്ങളെ പൊതുവെ അടിച്ചു പരത്തി തകിടുകളാക്കാൻ കഴിയും. ലോഹങ്ങളുടെ ഈ സവിശേഷതയാണ് മാലിയബിലിറ്റി. അപ്പോൾ ഒരു ലോഹത്തെ അടിച്ചു പരത്തി നേർത്ത ഷീറ്റുകളോ തകിടുകളോ ഒക്കെ ആക്കാൻ കഴിയുന്ന സവിശേഷതയാണ് എന്ത് മാലിയബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് മാലിയബിലിറ്റി? ഒരു ലോഹത്തെ അടിച്ചു പരത്തി നേർത്ത ഷീറ്റുകളാക്കാൻ കഴിയുന്ന സവിശേഷതയാണ് എന്ത് മാലിയബിലിറ്റി. എന്നാൽ എല്ലാ ലോഹങ്ങളെയും ഒരേ രീതിയിൽ ചുറ്റിക കൊണ്ട് അടിച്ചു പരത്താൻ കഴിയില്ല അല്ലേ. അതായത് ലോഹങ്ങളുടെ മാലിയബിലിറ്റി ഒരുപോലെയല്ല, വ്യത്യസ്തമാണ് അല്ലേ. അപ്പോൾ മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? സ്വർണ്ണമാണ് കേട്ടോ. സ്വർണ്ണത്തിനാണ് ഏറ്റവും കൂടുതൽ മാലിയബിലിറ്റി ഉള്ളത്. ഇനി എന്താണ് ലോഹങ്ങളുടെ മാലിയബിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? കെട്ടിടത്തിന്റെ മേൽക്കൂര നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹ ഷീറ്റുകളൊക്കെ നിർമ്മിക്കാൻ എന്താണ് മാലിയബിലിറ്റി യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ ലോഹങ്ങളുടെ. അതുപോലെ പിന്നെന്താണ് ഗുളികകളും ആഹാര സാധനങ്ങളും ഒക്കെ പൊതിയുന്നതിന് ഉപയോഗിക്കുന്ന അലൂമിനിയം ഫോയിലൊക്കെ ഇങ്ങനെ എന്താണ് ലോഹങ്ങൾ അടിച്ചു പരത്തി ഉണ്ടാക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെ അടിച്ചു പരത്താനുള്ള കഴിവ് അല്ലെങ്കിൽ മാലിയബിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? സ്വർണ്ണമാണ്. അടുത്തത് എന്താണ് ഡക്റ്റിലിറ്റി. എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കി മാറ്റാം. ലോഹങ്ങളുടെ ഈ ഒരു സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലോഹങ്ങളെ വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാമെന്നുള്ള സവിശേഷതയാണ് ഡക്റ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബൾബിന്റെ ഫിലമെന്റ് എന്താണ് ടങ്സ്റ്റണിന്റെ നേർത്ത കമ്പികൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഇങ്ങനെ എന്താണ് നേർത്ത കമ്പികളാക്കാൻ, അതായത് വലിച്ചു നീട്ടി നേർത്ത കമ്പികളാക്കാം എന്നുള്ള പ്രത്യേകതയാണ് ഡക്റ്റിലിറ്റി. സ്വർണം, ചെമ്പ് മുതലായ ലോഹങ്ങളെ വളരെ നേർത്ത കമ്പികളാക്കി മാറ്റാൻ കഴിയും. എന്നാൽ എന്താണ് ഡക്റ്റിലിറ്റി വളരെ കൂടിയ ലോഹങ്ങൾ ഏതൊക്കെയാണ്? സ്വർണവും പ്ലാറ്റിനവും ആണ് കേട്ടോ. അപ്പോൾ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടിയ ലോഹങ്ങൾ ഏതൊക്കെയാണ്? സ്വർണവും പ്ലാറ്റിനവും ആണ് കേട്ടോ. സ്വർണവും പ്ലാറ്റിനവും ആണ് ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ളത്. സ്വർണവും പ്ലാറ്റിനവും. അപ്പോൾ ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭങ്ങളെ ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ സാഹചര്യങ്ങളാണ് നമ്മൾ ഡക്റ്റിലിറ്റി യൂസ് ചെയ്യുന്നത്? വൈദ്യുത കമ്പികൾ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതുപോലെ തന്നെ ഇലക്ട്രിക് വയറിങ്ങിൽ എന്താണ് നമ്മൾ നേരത്തെ കോപ്പറിന്റെ വയറുകളാണല്ലേ യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ എന്താണ് ഡക്റ്റിലിറ്റി എന്നൊരു സവിശേഷതയാണല്ലേ പ്രയോജനപ്പെടുത്തുന്നത്. പിന്നെ എന്തൊക്കെ സാഹചര്യങ്ങളിലാണ്? ജ്വല്ലറി മേക്കിങ്ങില്, പിന്നെന്താണ് കൺസ്ട്രക്ഷൻ വർക്കുകൾ, ഇവിടെയൊക്കെ എന്താണ് ഡക്റ്റിലിറ്റി പ്രയോജനപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതലുള്ള ലോഹങ്ങൾ ഏതൊക്കെയാണ്? സ്വർണവും അതുപോലെ എന്താണ് പ്ലാറ്റിനും ആണ് കേട്ടോ. ഇനി വൈദ്യുത ചാലകത അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇവിടെ ഒരു സർക്യൂട്ടിന്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ? ഒരു ബൾബ് കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ, ബാറ്ററി ആയിട്ടും അതിനോടൊരു അമ്മീറ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് ഇവ ഓരോന്നും കണക്ട് ചെയ്യാൻ എന്താണ് യൂസ് ചെയ്തിട്ടുള്ളത്? ലോഹങ്ങളാണ് അല്ലേ, ലോഹ കമ്പികളാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലോഹങ്ങളാണ് അല്ലേ വൈദ്യുതി കടത്തിവിടുന്നത്. എന്നാൽ എന്താണ് ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണെന്ത്? ആ ഒരു പദാർത്ഥത്തിനെ വൈദ്യുത ചാലകത എന്ന് പറയുന്നത് കേട്ടോ. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് അതിന്റെ വൈദ്യുത ചാലകത എന്ന് പറയുന്നത്. എല്ലാ ലോഹങ്ങളും എന്താണ് വൈദ്യുത ചാലകങ്ങളാണ്. അപ്പോൾ എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. എന്നാൽ എല്ലാ ലോഹങ്ങളിലും ഒരുപോലെ അല്ല കേട്ടോ വൈദ്യുതി കടത്തിവിടുന്നത്. ചില ലോഹങ്ങൾക്ക് എന്തായിരിക്കും വൈദ്യുത ചാലകത കുറവായിരിക്കും. അങ്ങനെയുള്ള ലോഹങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വൈദ്യുതി കടത്തിവിടാൻ കഴിയില്ല. എന്നാൽ ചില ലോഹങ്ങൾക്ക് എന്താണ് വൈദ്യുത ചാലകത കൂടുതലായിരിക്കും. അവ പെട്ടെന്ന് തന്നെ എന്താണ് വൈദ്യുതിയെ കടത്തിവിടുന്നുണ്ട്. അപ്പോൾ ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണെന്ത്? ആ ഒരു പദാർത്ഥത്തിന്റെ വൈദ്യുത ചാലകത. എന്നാൽ എല്ലാ ലോഹങ്ങളും വൈദ്യുത ചാലകങ്ങളാണ്. എന്നാൽ എല്ലാ ലോഹങ്ങളിലും എന്താണ് ഒരുപോലെയല്ല വൈദ്യുതി കടത്തിവിടുന്നത്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച വൈദ്യുത ചാലകം വെള്ളിയാണ്. അപ്പോൾ വൈദ്യുത ചാലകത ഏറ്റവും കൂടുതലുള്ളത് വെള്ളിക്കാണ്. വെള്ളി, ചെമ്പ്, സ്വർണം, അലൂമിനിയം ഇവയുടെ വൈദ്യുത ചാലകത എന്താണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്? വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകത ഉള്ളത്. അതിൻ്റെ കുറവ് എന്താണ്? ചെമ്പിനാണ്. പിന്നെ മൂന്നാമത്തേതാണ് സ്വർണത്തിനാണ്. പിന്നെ നാലാമത്തത് അലൂമിനിയം. ഈ ഒരു ഓർഡറിൽ തന്നെ പഠിക്കട്ടോ. ഇപ്പോൾ വെള്ളിക്കാണ് ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകത ഉള്ളത്. പിന്നെന്താണ് അത് കഴിഞ്ഞ് ചെമ്പാണ്, പിന്നെ സ്വർണം, പിന്നെ നാലാമത്തതാണ് അലൂമിനിയം.
വെള്ളിയാണ് ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകത ഉള്ളത് നമ്മൾ പഠിച്ചില്ലേ. എന്നാൽ വീടിന്റെ വയറിങ്ങിലൊക്കെ ഏതാണ് യൂസ് ചെയ്യുന്നത്? കോപ്പർ ആണല്ലേ. എന്തുകൊണ്ടായിരിക്കും വെള്ളി യൂസ് ചെയ്യാത്തത്? എന്താണ് കാരണം? ഹൈലി കോസ്റ്റ്ലി ആണല്ലേ വെള്ളി. അതുപോലെ തന്നെ എന്താണ്, ഓക്സിഡൈസേഷൻ കൂടുതലുള്ള ലോഹമാണ് വെള്ളി. എന്താണ് ഓക്സിഡൈസേഷൻ എന്ന് പറഞ്ഞാല് ഒരു ലോഹം ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് ഓക്സൈഡ് ആയിട്ട് മാറുന്നതിനാണ് ഓക്സിഡൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ ഓക്സൈഡ് ആയിട്ട് മാറാനുള്ള ഒരു ടെൻഡൻസി കൂടുതലുള്ള ഒരു ലോഹമാണ് വെള്ളി. ഇതിന്റെ ഫലമായി തന്നെ എന്താണ്, വെള്ളി തുരുമ്പിക്കാനും അതിന്റെ കളറൊക്കെ ചേഞ്ച് ചെയ്തതാണ് ചാരനിറത്തിലേക്ക് മാറാനൊക്കെ ഉള്ള സാധ്യത കൂടുതലാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് വെള്ളി വയറിങ്ങിലൊന്നും യൂസ് ചെയ്യാത്തത്. അടുത്തത് താപചാലകത അല്ലെങ്കിൽ തെർമൽ കണ്ടക്ടിവിറ്റി. ലോഹങ്ങളുടെ താപം കടത്തിവിടാനുള്ള കഴിവാണ് താപചാലകത എന്ന് പറയുന്നത് കേട്ടോ. താപം കടത്തിവിടാനുള്ള കഴിവാണ് താപചാലകത. ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണിത്. ലോഹങ്ങളിൽ ഏറ്റവും മികച്ച താപചാലകം വെള്ളിയാണ് കേട്ടോ. താരതമ്യേന താപചാലകത കൂടിയവ അലൂമിനിയം, ചെമ്പ് എന്നിവ. അപ്പോൾ ലോഹങ്ങളിൽ താപചാലകം കൂടുതലുള്ളത് വെള്ളിക്കാട്ടോ. അപ്പോൾ താപചാലകത കൂടുതലുള്ളത് വെള്ളിയാണ്. പിന്നെന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്? വൈദ്യുത ചാലകത കൂടുതലുള്ളതും വെള്ളി തന്നെയാണ് കേട്ടോ. എന്നാൽ നമ്മൾ എന്താണ്, പാചക പാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ അലൂമിനിയാണല്ലേ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടായിരിക്കും ഇതിന്റെ കാരണം? അലൂമിനിയത്തിന് വളരെ ഭാരം കുറവാണല്ലേ. അതുപോലെ തന്നെ എന്താണ്, അതിന് വിലക്കുറവുമാണ്. ഈ രണ്ട് പ്രത്യേകതകൾ കൊണ്ടാണ് അലൂമിനിയം വ്യാപകമായിട്ട് പാചക പാത്രങ്ങളൊക്കെ നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നത്. താപചാലകത ഏറ്റവും കൂടുതൽ വെള്ളിക്കാണെങ്കിലും എന്താണ്, താരതമ്യേന എന്താണ്, താപചാലകത കൂടിയ ലോഹം തന്നെയാണ് ഈ ഒരു അലൂമിനിയം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. അലോഹമായ കാർബണിന്റെ രണ്ട് പ്രധാന രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും. പിന്നെ എന്താണ്, വജ്രത്തിൻ്റെയും ഗ്രാഫൈറ്റിൻ്റെയും വിവിധതരം ഉപയോഗങ്ങൾക്ക് കാരണം അവയുടെ സവിശേഷതകളാണ്. താപചാലകത കൂടിയ പദാർത്ഥങ്ങളിൽ ഒന്നാണ് വജ്രം. ഗ്രാഫൈറ്റിന് ഉയർന്ന വൈദ്യുത ചാലകതയാണുള്ളത്. അതിനാൽ ഇലക്ട്രോഡായിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ താപചാലകത കൂടിയ പദാർത്ഥങ്ങളിൽ ഒന്നാണ് വജ്രം. പിന്നെന്താണ്, ഗ്രാഫൈറ്റ് ഉയർന്ന വൈദ്യുത ചാലകതയാണ് ഗ്രാഫൈറ്റിന്. അതിനാൽ ഇലക്ട്രോഡായിട്ട് ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കുന്നതിന് കാരണം അതിന്റെ ഉയർന്ന കാഠിന്യമാണ്. വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിലുള്ള വ്യത്യാസമാണ് അവയുടെ തികച്ചും വ്യത്യസ്തമായ സവിശേഷതകൾക്ക് കാരണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ്, പിന്നെ അലോഹമായിട്ടുള്ള കാർബണിന്റെ പ്രധാന രണ്ട് രൂപാന്തരങ്ങളാണ് വജ്രവും ഗ്രാഫൈറ്റും. എന്നാൽ രണ്ടിനെയും പ്രത്യേകതകൾ വ്യത്യസ്തമാണല്ലേ. വജ്രത്തിലും ഗ്രാഫൈറ്റിലും കാർബൺ ആറ്റങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നതിനുള്ള വ്യത്യസ്തമാണത് അവയുടെ സവിശേഷതകളും വ്യത്യസ്തമാകാനുള്ള കാരണം. അപ്പൊ താപചാലകത കൂടിയ പദാർത്ഥങ്ങളിൽ ഒന്ന് വജ്രം. എന്നാൽ എന്താണ്, വൈദ്യുത ചാലകത കൂടുതലുള്ള പദാർത്ഥമാണ് ഗ്രാഫൈറ്റ്. പിന്നെന്താണ് വജ്രത്തിന്റെ ഒരു പ്രത്യേകത? ഗ്ലാസ് മുറിക്കാൻ വജ്രം ഉപയോഗിക്കുന്നത് എന്താണ്, അതിന്റെ ഉയർന്ന കാഠിന്യം കാരണമാണ് ഗ്ലാസ് മുറിക്കാൻ ഈ ഒരു വജ്രം യൂസ് ചെയ്യുന്നത്. ഗ്രാഫൈറ്റിന് ഉയർന്ന വൈദ്യുത ചാലകതയാണല്ലേ ഉള്ളത്. അതിനാൽ എന്താണ്, ഇത് ഇലക്ട്രോഡായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി എന്താണ് സൊണാരിറ്റി എന്ന് പറഞ്ഞാൽ? സ്കൂളിൽ മണി മുഴങ്ങുന്നത് ദൂരെ നിന്നാലും നമുക്ക് കേൾക്കാൻ സാധിക്കും. ചിലങ്ക കിലുങ്ങുന്നതും ഇലത്താളത്തിന്റെ ശബ്ദവും കേൾക്കാൻ ഇമ്പമുള്ളതാണ്. ഇവയെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് ലോഹങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട്. ഈ കഴിവിനെയാണ് സൊണാരിറ്റി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഉപരിതലത്തിൽ കട്ടിയുള്ള വസ്തു കൊണ്ട് തട്ടുമ്പോൾ പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിക്കാൻ ലോഹങ്ങൾക്ക് കഴിവുണ്ട്. ഈ കഴിവിനെയാണ് സൊണാരിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ലോഹങ്ങളുടെ മറ്റൊരു സവിശേഷതയാണ് സൊണാരിറ്റി. ഇനി ലോഹദ്യുതി. ഒരു ഇരുമ്പാണി എടുത്ത് സാൻഡ് പേപ്പർ കൊണ്ട് ഉരസി നോക്കൂ, എന്ത് മാറ്റമാണ് കാണുന്നത്? ഇരുമ്പാണി ഉരസിയ ഭാഗത്ത് നിന്നാണ് ഒരു തിളക്കം കാണാൻ കഴിയൂലേ. അപ്പൊ സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങൾക്ക് സ്വാഭാവികമായി തന്നെ തിളക്കമുണ്ട് അല്ലേ. ഇനി എന്താണ് കൊടുത്തിട്ടുള്ളത്? ഒരു കഷ്ണം സോഡിയം കത്തി ഉപയോഗിച്ച് മുറിക്കുന്നത് നിരീക്ഷിക്കൂ. പുതുതായി രൂപം കൊള്ളുന്ന പ്രതലത്തിൽ തിളക്കമുള്ളതായി കാണുന്നില്ലേ? ഇങ്ങനെ ലോഹങ്ങളുടെ പ്രതലത്തിന്റെ ഈ തിളക്കമാണെന്ത്? ലോഹദ്യുതി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങൾക്ക് സ്വാഭാവികമായിട്ട് തന്നെ തിളക്കമുണ്ട്. ഇങ്ങനെ ലോഹങ്ങളുടെ പ്രതലത്തിന്റെ ഈ തിളക്കമാണെന്ത്? ലോഹദ്യുതി എന്ന് പറയുന്നത് കേട്ടോ. ഇത് എന്താണ്? ലോഹങ്ങളുടെ ഒരു സവിശേഷതയാണ് ലോഹദ്യുതി. ഇനി ലോഹദ്യുതി ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ ഏതെല്ലാമാണെന്നാണ്. ആഭരണങ്ങൾ നിർമ്മിക്കാൻ എന്താണ്, നമ്മളിങ്ങനെ തിളക്കമുള്ള സ്വർണം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങളാണ് മെറ്റൽസ് ആണല്ലേ യൂസ് ചെയ്യുന്നത്. അതുപോലെ പിന്നെന്താണ്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻസിലൊക്കെ നമ്മൾ എന്താണ് ഈ ലോഹദ്യുതി, അതായത് ഇതിൻ്റെ റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിൽ യൂസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എന്താണ് ലോഹദ്യുതി എന്ന് പറഞ്ഞാൽ ചില ലോഹങ്ങൾ മുറിക്കുമ്പോയോ ഉരസുമ്പോയോ അതിൻ്റെ പ്രതലത്തിലുള്ള തിളക്കമാണ് എന്ത് ലോഹദ്യുതി എന്ന് പറയുന്നത്. അപ്പം എല്ലാ ലോഹങ്ങളുടെയും ലോഹദ്യുതി ഒരുപോലെയാണോ? അല്ലല്ലേ. ഏറ്റവും കൂടുതൽ ലോഹദ്യുതി കാണിക്കുന്ന ലോഹമാണിത് ഗോൾഡ് കേട്ടോ. അപ്പം സ്വർണ്ണമാണ് ഏറ്റവും കൂടുതൽ ലോഹദ്യുതി കാണിക്കുന്നത്. അപ്പം ലോഹദ്യുതി ഉപയോഗപ്പെടുത്തുന്ന സന്ദർഭങ്ങൾ നമ്മൾ ഏതൊക്കെയാണ്? ആഭരണങ്ങൾ നിർമ്മിക്കാനും അതുപോലെ എന്താണ് അതിൻ്റെ റിഫ്ലക്റ്റീവ് പ്രോപ്പർട്ടി നമ്മൾ എന്താണ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റിലും യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അടുത്തത് കാഠിന്യം അല്ലെങ്കിൽ ഹാർഡ്നെസ്. സോഡിയം ലോഹം കത്തി ഉപയോഗിച്ച് എളുപ്പത്തിൽ മുറിക്കാൻ സാധിക്കുമെന്ന് മനസ്സിലായല്ലോ. ചെമ്പ്, അലൂമിനിയം, സ്വർണം മുതലായവ ഇത്തരത്തിൽ മുറിക്കാൻ സാധിക്കുമോ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ മൃദു ലോഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഏതൊരു കത്തി ഉപയോഗിച്ച് നമുക്ക് മുറിക്കാൻ പറ്റും. എന്നാൽ മറ്റു ലോഹങ്ങൾ കാഠിന്യമുള്ളവയാണ്. ലോഹങ്ങൾ പൊതുവെ കാഠിന്യമുള്ളവയാണ്. അവ പൊതുവെ ഖരാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങളുണ്ടോ? ഉണ്ടല്ലേ. മെർക്കുറി ഒക്കെ എന്താണ് ദ്രാവകാവസ്ഥയിലുള്ള ലോഹങ്ങൾക്ക് ഉദാഹരണമാണ് കേട്ടോ. മെർക്കുറി ഒരു ലോഹമാണ്, അത് ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ലോഹങ്ങൾക്ക് പൊതുവെ എന്താണ് ഉയർന്ന ദ്രവനിലയാണുള്ളത്, അതായത് മെൽറ്റിംഗ് പോയിന്റ് കേട്ടോ. എന്താണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഖരാവസ്ഥയിൽ നിന്നും ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന പോയിന്റാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ. അതായത് ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന ദ്രവനിലയാണുള്ളത്. അപ്പോൾ ലോഹങ്ങൾ പൊതുവെ കാഠിന്യമുള്ളവയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയൊക്കെ എന്താണ് മൃദുലോഹങ്ങളാണ്. ഇത് മറ്റു ലോഹങ്ങളെ അപേക്ഷിച്ച് എന്താണ് ഇതിന് കാഠിന്യം കുറവാണ്. ഇത് നമുക്കൊരു കത്തി കൊണ്ട് വേണമെങ്കിൽ എന്താണ് കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോഹങ്ങൾക്ക് പൊതുവെ എന്താണ് ഉയർന്ന മെൽറ്റിംഗ് പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. എന്നാൽ ഗാലിയം, സീസിയം എന്നിവ താഴ്ന്ന ദ്രവനിലയിലുള്ള ലോഹങ്ങളാണ്. നമ്മുടെ ഉള്ളംകൈയിൽ വെച്ചാൽ അവ ഉരുകുന്നതായി കാണാം. നല്ല ചൂടുള്ള ദിവസങ്ങളിൽ അവ ദ്രാവകാവസ്ഥയിലാണ് കാണപ്പെടുന്നത്. അപ്പൊ ഗാലിയം, സീസിയം എന്നിവയൊക്കെ എന്താണ് താഴ്ന്ന മെൽറ്റിംഗ് പോയിന്റ് ഉള്ള ലോഹങ്ങളാണ് കേട്ടോ. നമ്മുടെ ഉള്ളംകൈയിൽ വെച്ചാൽ എന്താണ് അവ ഉരുകുന്നതായിട്ട് നമുക്ക് കാണാം. അതായത് ചെറിയൊരു ടെമ്പറേച്ചറും അത് ദ്രാവകാവസ്ഥയിലേക്ക് മാറാൻ കേട്ടോ ഈ ഒരു ലോഹങ്ങളൊക്കെ, അതായത് ഗാലിയം, സീസിയം എന്നീ ലോഹങ്ങളൊക്കെ കേട്ടോ. ലോഹങ്ങൾക്ക് പൊതുവെ ഉയർന്ന സാന്ദ്രതയുണ്ട്. എന്നാൽ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളിൽ ഉൾപ്പെട്ടവയാണെന്ത് ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ. അപ്പം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. പിന്നെ കാഠിന്യം കുറവാണെന്ന്, അതുപോലെ തന്നെ എന്താണ് സാന്ദ്രതയും കുറവാണ് കേട്ടോ. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവയ്ക്ക് സാന്ദ്രത കുറവാണ്. എന്നാൽ ലോഹങ്ങൾക്ക് പൊതുവെ എന്താണ് ഉയർന്ന സാന്ദ്രതയാണല്ലോ കേട്ടോ. അപ്പം ലിഥിയം, സോഡിയം, പൊട്ടാസ്യം എന്നിവ സാന്ദ്രത കുറഞ്ഞ ലോഹങ്ങളാണ്. അതുപോലെ തന്നെ എന്താണ് കാഠിന്യം കുറഞ്ഞ ലോഹങ്ങളാണ് കേട്ടോ. പൊതുവെ ഖരാവസ്ഥയിൽ കാണപ്പെടുന്നതും ഉയർന്ന താപ വൈദ്യുത ചാലകതകൾ കാണിക്കുന്നതും തിളക്കവും കാഠിന്യവും ഉള്ളതുമായ വസ്തുക്കളാണ് എന്ത് ലോഹങ്ങൾ. നമ്മൾ ഇത്രയും പറഞ്ഞില്ലേ, ഇത്രയും നേരം എന്താണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു സവിശേഷതകളെ പറ്റിയൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അലോഹങ്ങൾ എന്താണെന്നാണ് അടുത്തത്. ഇനി ലോഹങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അലോഹങ്ങളുടെ സവിശേഷതകൾ എന്തെല്ലാമായിരിക്കും? അലോഹങ്ങൾക്ക് പൊതുവെ കാഠിന്യം കുറവാണ്, അതുപോലെ സൊണാരിറ്റി പ്രകടിപ്പിക്കുന്നില്ല, അതുപോലെ എന്താണ് സാധാരണയായി താപചാലകങ്ങളല്ല, സാന്ദ്രത കുറവായിരിക്കും, അതുപോലെ തന്നെ എന്താണ് കണ്ടക്ടിവിറ്റിയും കുറവായിരിക്കും അല്ലേ. അപ്പം ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും ചില സവിശേഷതകൾ എന്തെല്ലാമാണ് നമ്മൾ പഠിച്ചു. ഈ സവിശേഷതകൾ അവരുടെ ഭൗതിക ഗുണങ്ങളിൽ പെട്ടവയാണ്. ലോഹങ്ങളും അലോഹങ്ങളും അവയുടെ രാസഗുണങ്ങളിലും വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവ പലതരം രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോൾ ലോഹങ്ങളും അന്തരീക്ഷ വായുവും തമ്മിലുള്ള പ്രവർത്തനം നോക്കാം. കത്തി ഉപയോഗിച്ച് സോഡിയം മുറിച്ചപ്പോൾ രൂപം കൊണ്ട പ്രതലം എന്താണ് നമുക്കറിയാം അല്ലേ. ചെറിയൊരു തിളക്കം ഉണ്ടാവും അല്ലേ. എന്നാൽ അല്പനേരം വായുവിൽ തുറന്നു വെച്ച ശേഷം ഇത് നിരീക്ഷിച്ചാൽ നമുക്കത് കാണാൻ കഴിയില്ല. എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത്? ലോഹദ്യുതി നഷ്ടപ്പെടാൻ കാരണം എന്തായിരിക്കും? സോഡിയവും വായുവിലെ ഘടകങ്ങളുമായി പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം കേട്ടോ. അപ്പോൾ സോഡിയവും വായുവിലെ ഘടകങ്ങളുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് ഈ ലോഹദ്യുതി അവിടെ നഷ്ടപ്പെടുന്നത്. അതുപോലെ അലൂമിനിയം കൊണ്ടുണ്ടാക്കിയ പഴയ വസ്തുക്കളുടെ ഉപരിതലം മങ്ങിയിരിക്കുന്നതായി ശ്രദ്ധിച്ചിട്ടില്ലേ? ഈ അലൂമിനിയം കമ്പി സാൻഡ് പേപ്പർ കൊണ്ട് ഉരസി നോക്കൂ, എന്ത് മാറ്റമാണ് കാണുന്നത്? അപ്പോൾ അലൂമിനിയം കൊണ്ടുണ്ടാക്കിയ പഴയ പാത്രങ്ങളൊക്കെ ഉപരിതലം എന്താണ് പിന്നെ തിളക്കമൊന്നും ഉണ്ടാവില്ല അല്ലേ. നമ്മൾ കടയിൽ നിന്ന് പുതിയത് വാങ്ങുമ്പോൾ നല്ല തിളക്കത്തോടു കൂടിയാണല്ലോ വാങ്ങുന്നത്. എന്നാൽ എന്താണ് പഴയ അലൂമിനിയം പാത്രങ്ങൾക്കൊക്കെ ആ ഒരു തിളക്കം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ അതിൻ്റെ ലോഹദ്യുതി അവിടെ നഷ്ടപ്പെടുകയാണ്. അതുപോലെ ഒരു അലൂമിനിയം കമ്പി സാൻഡ് പേപ്പർ കൊണ്ട് ഉരസി നോക്കിയാൽ എന്താണ് അവിടെ നല്ല തിളക്കം ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇതുപോലെ ചെമ്പ്, മഗ്നീഷ്യം തുടങ്ങിയ മിക്ക ലോഹങ്ങളും അന്തരീക്ഷ വായുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ലോഹങ്ങൾ അന്തരീക്ഷ വായുവായിട്ട് പ്രവർത്തിക്കുന്നതിന് ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അതിൻ്റെ ലോഹദ്യുതി നഷ്ടപ്പെടുന്നുണ്ട്.
ഇനി ഇവിടെ മെഗ്നീഷ്യം വായുവായിട്ട് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു എക്സാമ്പിളാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇപ്പോൾ മെഗ്നീഷ്യം റിബൺ കത്തിച്ചു നോക്കൂ, എന്താണ് അവശേഷിക്കുന്നത്? മെഗ്നീഷ്യം വായുവിലെ ഓക്സിജനുമായി ചേർന്ന് മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന സംയുക്തം ഉണ്ടാകുന്നു. ഈ പ്രവർത്തനത്തിലുണ്ടായ മെഗ്നീഷ്യം ഓക്സൈഡ് ഒരു ബീക്കറിലെ ജലത്തിൽ ലയിപ്പിക്കൂ. അതിലേക്ക് ചുവന്ന ലിറ്റ്മസ് പേപ്പർ മുക്കിയാൽ എന്ത് നിറം മാറ്റമാണ് ഉണ്ടാകുന്നത്? ചുവന്ന ലിറ്റ്മസ് എന്താവും? ബ്ലൂ കളറിലേക്ക് മാറൂലേ? അതിന്റെ കാരണം എന്താണ്? മെഗ്നീഷ്യം ഓക്സൈഡ് ജലത്തിൽ ലയിച്ചുണ്ടാകുന്ന മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഒരു ബേസ് ആണ്. വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായവ ഒഴികെയുള്ള മിക്ക ലോഹങ്ങളും വായുവിലെ ഓക്സിജനുമായി പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡ് ഉണ്ടാക്കുന്നു. മിക്ക ലോഹ ഓക്സൈഡുകളും ജലത്തിന്റെ സാന്നിധ്യത്തിൽ ബേസിക് സ്വഭാവം പ്രകടിപ്പിക്കുന്നു. ചില ലോഹങ്ങൾ ഓക്സിജന് പുറമെ വായുവിലുള്ള ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ മറ്റു ഘടകങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു മെഗ്നീഷ്യം ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചപ്പോൾ എന്താണ്? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതെന്താണ്? അതൊരു ബേസ് ആണ്. അതുകൊണ്ടാണ് എന്ത് ലിറ്റ്മസിന്റെ കളർ ബ്ലൂ കളറിലേക്ക് മാറിയത്. ഇനി വെള്ളി, സ്വർണം, പ്ലാറ്റിനം മുതലായ ലോഹങ്ങൾ ഒഴികെയുള്ള മിക്ക ലോഹങ്ങളും എന്താണ്? വായുവിലെ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് അവയുടെ ഓക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം മിക്ക ലോഹ ഓക്സൈഡുകളും ജലത്തിന്റെ സാന്നിധ്യത്തിൽ ബേസിക് സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. അപ്പം ചില ലോഹങ്ങൾ ഓക്സിജന് പുറമെ വായുവിലുള്ള ജലാംശം, കാർബൺ ഡൈ ഓക്സൈഡ് മുതലായ മറ്റു ഘടകങ്ങളുമായിട്ട് പ്രവർത്തിക്കുന്നു. അപ്പം ലോഹ ഓക്സൈഡുകൾ പൊതുവെ ബേസിക് സ്വഭാവമുള്ളവയാണെന്ന് പഠിച്ചില്ലേ? അപ്പം ലോഹ ഓക്സൈഡുകൾ എന്താണ്? പൊതുവെ ബേസിക് സ്വഭാവമാണ് കേട്ടോ ഉള്ളത്. ഇനി അലോഹ ഓക്സൈഡുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ലോഹങ്ങൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടാണ് എന്ത് ലോഹ ഓക്സൈഡുകൾ ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചില്ലേ? അപ്പം എന്തായിരിക്കും അലോഹ ഓക്സൈഡുകൾ എന്ന് പറഞ്ഞാൽ? അലോഹങ്ങൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടാവുന്നതാണ് അലോഹ ഓക്സൈഡുകൾ അല്ലേ? ഇവിടെ കാർബൺ ഓക്സിജനുമായിട്ട് സംയോജിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമെന്ന് അറിയാമല്ലോ. ഇനി സോഡാവെള്ളം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നറിയാമോ? ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാവെള്ളം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉയർന്ന മർദ്ദത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിൽ ലയിപ്പിച്ചാണ് സോഡാവെള്ളം ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഒരു രാസ സമവാക്യം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. CO2 + H2O = എന്താണ്? H2CO3 ആയിട്ട് മാറാണ്. അപ്പോൾ സോഡാ വെള്ളത്തിൽ നീല ലിറ്റ്മസ് പേപ്പർ മുക്കി നോക്കൂ, ഉണ്ടാകുന്ന മാറ്റം എന്താണ്? അത് റെഡ് കളറിലേക്ക് മാറുന്നുണ്ട് അല്ലേ? കാരണം എന്താണ്? സോഡാ വെള്ളത്തിന് അസിഡിക് സ്വഭാവമാണ് ഉള്ളത്. അപ്പോൾ ഇതിൽ കാർബോണിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആസിഡിനെയും ബേസിനെയും തിരിച്ചറിയാനായിട്ട് യൂസ് ചെയ്യുന്ന സൂചകങ്ങളാണ് അല്ലേ ലിറ്റ്മസ് പേപ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ്? ആസിഡിനെ മനസ്സിലാക്കാൻ നമ്മൾ നീല ലിറ്റ്മസ് പേപ്പറാണ് യൂസ് ചെയ്യുക. നീല ലിറ്റ്മസിന് എന്താണ്? റെഡ് കളറിലേക്ക് മാറ്റുന്നതാണ് ആസിഡിന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ? പിന്നെ സോഡാ വാട്ടർ എന്താണ്? സോഡാ വെള്ളത്തിൽ എന്താണ്? ആസിഡിക് സ്വഭാവമാണുള്ളത്. ഇതിന് കാർബോണിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു. ഏത് ആസിഡാണ്? കാർബോണിക് ആസിഡ് ആട്ടോ ഇതിൽ അടങ്ങിയിട്ടുള്ളത്. അടുത്തതാണ് ലോഹനാശനം അല്ലെങ്കിൽ കൊറോഷൻ. അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഇരുമ്പ് കത്തികൾ നന്നായി തുടച്ച് ജലാംശം നീക്കം ചെയ്ത് സൂക്ഷിച്ചില്ലെങ്കിൽ തുരുമ്പിക്കുന്നതായി കണ്ടിട്ടില്ലേ? ചെമ്പ് ക്ലാവ് പിടിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലോ. ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഇതിന് കാരണം. അലൂമിനിയത്തിന്റെ ഉപരിതലം തിളക്കം നഷ്ടപ്പെട്ട് മങ്ങിയിരിക്കുന്നതിന്റെ കാരണവും ഇതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ലോഹദ്യുതി നഷ്ടപ്പെടുന്നത് എന്താണ്? ലോഹങ്ങൾ ഓക്സിജനുമായിട്ട് പ്രവർത്തിച്ച് എന്താണ്? ഓക്സൈഡുകൾ ഉണ്ടാക്കുകയാണ് അല്ലേ? അപ്പോൾ ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് എന്ത്? ചെമ്പ് ക്ലാവ് പിടിക്കുന്നതിന് കാരണം. അതുപോലെ എന്താണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നതിന് കാരണം. പിന്നെന്താണ്? അലൂമിനിയത്തിൻ്റെയും മറ്റു ലോഹങ്ങളിലൊക്കെ ലോഹദ്യുതി നഷ്ടപ്പെടുന്നതിന് കാരണമൊക്കെ എന്താണ്? അന്തരീക്ഷ വായുവുമായിട്ട് ലോഹങ്ങൾ അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിക്കുന്നതാണ് കേട്ടോ ഇതിനൊക്കെ കാരണം. ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായി മാറുന്നു. ഈ പ്രക്രിയയെ ലോഹനാശനം എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായിട്ട് മാറുന്നുണ്ട്. ഈ പ്രക്രിയയാണ് ലോഹനാശനം എന്ന് പറയുന്നത്. അപ്പോൾ ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന പല ഘടകങ്ങളുണ്ട്. അവ ഏതെല്ലാം എന്നാണ് നോക്കുന്നത് കേട്ടോ. അതിന് ഇവിടെ എന്താണ്? ഒരു എക്സ്പെരിമെൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്ന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാനാണ് കേട്ടോ ഈ ഒരു എക്സ്പെരിമെൻ്റ്. അന്തരീക്ഷ വായുവിലെ ഓക്സിജൻ, ജലാംശം തുടങ്ങിയവയുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോഴാണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത്. കറിയുപ്പ് പോലുള്ള ലവണങ്ങളുടെ സാന്നിധ്യത്തിൽ തുരുമ്പിക്കൽ വേഗത്തിലാകുന്നു. കടൽ തീരത്തുള്ള വീടുകളിലെ ഇരുമ്പ് ജനാല കമ്പികൾ വേഗം തുരുമ്പിക്കാറുണ്ട്. ഇതിന് കാരണം എന്തായിരിക്കും? കറിയുപ്പ് പോലുള്ള ലവണങ്ങളുടെ സാന്നിധ്യത്തിലും എന്താണ്? തുരുമ്പിക്കൽ വേഗത്തിലാകുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതുപോലെ തന്നെ കടൽ തീരത്തുള്ള വീടുകളിലെ ഇരുമ്പ് ജനാലകളുടെ കമ്പികളൊക്കെ എന്താണ്? വേഗം തുരുമ്പിക്കുന്നതിൻ്റെ കാരണം ഈ ഒരു ലവണങ്ങളുടെ സാന്നിധ്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കാരണം അവിടെയുള്ള അന്തരീക്ഷ വായുവിൽ ലവണങ്ങളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്.
അപ്പോൾ ഇരുമ്പ് കൂടാതെ നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന എന്തെല്ലാം ലോഹങ്ങൾക്കാണ് അന്തരീക്ഷ വായുവുമായുള്ള പ്രവർത്തനം വഴി നാശനം സംഭവിക്കുന്നത്? കോപ്പർ അഥവാ ചെമ്പിന് ഇങ്ങനെ ഒരു ലോഹനാശനം സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളിക്കും ഉണ്ട് കേട്ടോ. അടുത്തത് നാരങ്ങ മുറിച്ച ശേഷം നന്നായി തുടയ്ക്കാതെ വെക്കുന്ന ഇരുമ്പ് കത്തി വേഗം തുരുമ്പിക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? ഇതിന്റെ കാരണം എന്താണ്? നാരങ്ങയിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട് അല്ലേ? അപ്പൊ നാരങ്ങയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണെന്ന് അറിയാമല്ലോ. ഏത് ആസിഡായിരുന്നു നാരങ്ങയിൽ അടങ്ങിയിട്ടുള്ളത്? സിട്രിക് ആസിഡ് ആണ് അല്ലേ? ആസിഡുകളുടെ സാന്നിധ്യത്തിൽ ഇരുമ്പ് വേഗം തുരുമ്പിക്കുന്നു. അലൂമിനിയവും ഇരുമ്പും ആസിഡുകളുമായി പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അച്ചാറുകൾ, തൈര് തുടങ്ങിയ പുളിരസമുള്ള ആഹാര പദാർത്ഥങ്ങൾ ഇരുമ്പ് പാത്രങ്ങളിലും അലൂമിനിയ പാത്രങ്ങളിലും സൂക്ഷിക്കാതിരിക്കാനുള്ള കാരണം ഇതാണ് കേട്ടോ. അപ്പം എന്താണ് പുളിരസമുള്ള പദാർത്ഥങ്ങൾ? എന്താണ്? ആസിഡാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ അച്ചാറുകൾ, തൈര് തുടങ്ങിയ പുളിരസമുള്ള ആഹാര പദാർത്ഥങ്ങളൊക്കെ ഇരുമ്പ് പാത്രങ്ങളിലും അലൂമിനിയ പാത്രങ്ങളിലും ഒക്കെ സൂക്ഷിക്കാതിരിക്കാനുള്ള കാരണം എന്താണ്? അതെന്താണ്? ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? എന്നാൽ എല്ലാ ലോഹങ്ങൾക്കും ഇത്തരത്തിൽ നാശനം സംഭവിക്കാറുണ്ടോ? സ്വർണ്ണാഭരണങ്ങൾ വായുവിൽ തുറന്നു വെച്ചാൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പം ഇതിൽ നിന്നും എന്താണ് വ്യക്തമാകുന്നത്? എല്ലാ ലോഹങ്ങൾക്കും ഇത്തരത്തിൽ നാശനം സംഭവിക്കാറില്ല അല്ലേ? അപ്പോൾ അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ലോഹങ്ങളാണ് നാശനത്തിന് വിധേയമാകുന്നത്. അപ്പോൾ അന്തരീക്ഷ വായുവിലെ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ലോഹങ്ങളാണെന്ത്? നാശനത്തിന് വിധേയമാകുന്നത്. അപ്പം ലോഹനാശനം കൊണ്ടുള്ള ദോഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പം ലോഹനിർമ്മിതമായ വസ്തുക്കൾ ബലക്ഷയം മൂലം പൊട്ടിപ്പോകുന്നുണ്ട്. അതുപോലെ വൈദ്യുത സർക്യൂട്ടുകൾ പ്രവർത്തിക്കാതെയാകുന്നു. പിന്നെ എന്താണ്? ധനനഷ്ടമുണ്ടാകുന്നു. അപ്പോൾ ലോഹനിർമ്മിതമായ വസ്തുക്കൾക്ക് ബലക്ഷയം മൂലം പൊട്ടിപ്പോകാൻ ഇത് ലോഹനാശനം കാരണമാകുന്നുണ്ട്. അതുപോലെ വൈദ്യുത സർക്യൂട്ടുകളൊക്കെ പ്രവർത്തിക്കാതെയാകുന്നു. ഇങ്ങനെയുള്ള നമ്മുടെ സർക്യൂട്ടിലുള്ള കോപ്പർ വയറുകൾക്കൊക്കെ എന്താണ്? ലോഹനാശനം സംഭവിച്ചാൽ അത് പ്രവർത്തനരഹിതമാകുന്നു. അതുപോലെ ധനനഷ്ടമുണ്ടാകുന്നു. അപ്പോൾ ലോകമാകമാനം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇരുമ്പിൻ്റെ ഏകദേശം 20% ഓരോ വർഷവും തുരുമ്പിച്ചു ഉപയോഗശൂന്യമാകുന്നു. അതുകൊണ്ട് ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയേണ്ടത് അത്യാവശ്യമല്ലേ? അപ്പം എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കുക? ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ജനാല കമ്പികൾക്ക് പെയിന്റ് അടിക്കുന്നതും അതുപോലെ ഇരുമ്പ് കത്തികൾ എണ്ണ പുരട്ടി വെക്കുന്നതൊക്കെ എന്താണ്? ഇരുമ്പ് തുരുമ്പിക്കുന്നത് തടയാനാണ് കേട്ടോ. ഇനി അലൂമിനിയം പാത്രങ്ങൾക്കും ഇരുമ്പ് പാത്രങ്ങൾക്കും പകരം സ്റ്റെയിൻലെസ് സ്റ്റീൽ പാത്രങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതില്ലേ? അതിൻ്റെ കാരണം എന്താണ്? ലോഹനാശനം സംഭവിക്കുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. എന്താണ് ഈ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞാൽ? അത് ഇരുമ്പിൻ്റെ ഒരു ലോഹ സങ്കരമാട്ടോ സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇപ്പോൾ ലോഹങ്ങളെ മറ്റു ലോഹങ്ങളുമായോ അലോഹങ്ങളുമായോ കൂട്ടിച്ചേർത്ത് ലോഹ സങ്കരങ്ങൾ അല്ലെങ്കിൽ അലോയ്സ് ആക്കി മാറ്റുന്നു. ഇതിലൂടെ അഭിലഷണീയമായ സവിശേഷതകളുള്ള പദാർത്ഥങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം ലോഹനാശനത്തെ തടയാനും കഴിയുന്നു. വളരെ ചെറിയ അളവിൽ കാർബൺ, ഫോസ്ഫറസ് തുടങ്ങിയ അലോഹങ്ങളും ലോഹസങ്കരങ്ങളിൽ ചേർക്കാറുണ്ട്. അപ്പം എന്താണ് ലോഹസങ്കരം എന്ന് പറഞ്ഞാൽ? ലോഹങ്ങളെ മറ്റു ലോഹങ്ങളുമായോ അല്ലെങ്കിൽ എന്താണ് അലോഹങ്ങളുമായോ കൂട്ടിച്ചേർത്താണ് ലോഹസങ്കരങ്ങൾ അല്ലെങ്കിൽ അലോയ്സ് ഉണ്ടാക്കുന്നത്. ഇതിലൂടെ അഭിലഷണീയമായ സവിശേഷതകളുള്ള പദാർത്ഥങ്ങൾ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ എന്താണ്? ലോഹനാശനത്തെ തടയാനും കഴിയുന്നു. അപ്പോൾ വളരെ ചെറിയ അളവിൽ കാർബൺ, ഫോസ്ഫറസ് തുടങ്ങിയ അലോഹങ്ങളും ലോഹസങ്കരങ്ങളിൽ ചേർക്കാറുണ്ട്. ഇനി ലോഹസങ്കരങ്ങൾക്ക് ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ പറഞ്ഞു ഇരുമ്പിൻ്റെ ഒരു ലോഹസങ്കരമാണല്ലേ. അതുപോലെ പിച്ചള അല്ലെങ്കിൽ ബ്രാസ് എന്തിൻ്റെയൊക്കെയാണ്? കോപ്പറിൻ്റെയും സിങ്കിൻ്റെയും സങ്കരമാട്ടോ എന്ത്? പിച്ചള അല്ലെങ്കിൽ ബ്രാസ് എന്ന് പറഞ്ഞാൽ. അതുപോലെ വെള്ളോട് അല്ലെങ്കിൽ വെങ്കലം അല്ലെങ്കിൽ ബ്രോൺസ് എന്ന് പറഞ്ഞാൽ എന്തിൻ്റെ സങ്കരാണ്? കോപ്പറിൻ്റെയും ടിന്നിൻ്റെയും സങ്കരാട്ടോ. അപ്പോൾ പിച്ചള എന്തിൻ്റെയൊക്കെ സങ്കരാണ്? കോപ്പറിൻ്റെയും സിങ്കിൻ്റെതാണ്. അതുപോലെ വെങ്കലം എന്താണ്? കോപ്പറും ടിന്നും ആണ് കേട്ടോ. ഇനി ഇവിടെ ആറന്മുള കണ്ണാടിയുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ലോകപ്രസിദ്ധമായ ആറന്മുള കണ്ണാടി പേര് സൂചിപ്പിക്കുന്നത് പോലെ ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചതല്ല. കോപ്പർ, ടിൻ എന്നിവ അടങ്ങിയ പ്രത്യേക ലോഹക്കൂട്ടുപയോഗിച്ച് നിർമ്മിക്കുന്നതാണിത്. പരമ്പരാഗതമായി നിർമ്മിക്കുന്നവർക്ക് മാത്രം അറിയാവുന്ന രഹസ്യ ലോഹക്കൂട്ടാണ് ആറന്മുള കണ്ണാടിയുടെ സവിശേഷത. യന്ത്രത്തിൻ്റെ സഹായമില്ലാതെ കൈകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ലോഹങ്ങളെ ഗ്ലാസ് പോലെ മിനുസപ്പെടുത്തി എടുക്കുന്നത് കൊണ്ട് സാധാരണ കണ്ണാടി പോലെ ഇതിന് പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു. അപ്പം എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത് ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള കണ്ണാടിയല്ല. ഇതിലെന്താണ്? കോപ്പർ, ടിൻ എന്നിവ അടങ്ങിയ പ്രത്യേക ലോഹക്കൂട്ട് ഉപയോഗിച്ചാണ് ഈ ഒരു കണ്ണാടി നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെന്താണ് മറ്റൊരു പ്രത്യേകത? യന്ത്രത്തിൻ്റെ സഹായമില്ലാതെ കൈകൾ കൊണ്ട് നിർമ്മിച്ചതാണിത് എന്നാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് ലോഹങ്ങളെ ഗ്ലാസ് പോലെ മിനുസപ്പെടുത്തി എടുക്കുന്നത് കൊണ്ട് സാധാരണ കണ്ണാടി പോലെ ഇതിനെന്താണ്? പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ കഴിയുന്നു.
ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ വസ്തുക്കൾ തുരുമ്പിക്കുമ്പോൾ അവയുടെ ഉപരിതലത്തിലുണ്ടാകുന്ന തരുമ്പ് പാളികളായി ഇളകിപ്പോകുന്നു. കാലക്രമേണ ഇത്തരം വസ്തുക്കൾ പൂർണ്ണമായി നശിക്കുന്നതായി കാണാം. എന്നാൽ അലൂമിനിയവും കോപ്പറും അന്തരീക്ഷവായുമായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇരുമ്പിനെ പോലെ പൂർണ്ണമായും നശിക്കുന്നില്ല. അലൂമിനിയത്തിന്റെ ഉപരിതലത്തിലുണ്ടാകുന്ന അലൂമിനിയം ഓക്സൈഡ്, കോപ്പറിന്റെ ഉപരിതലത്തിലുണ്ടാകുന്ന ക്ലാവ് ബേസിക് കോപ്പർ കാർബണേറ്റ് ആട്ടോ. ക്ലാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് കോപ്പർ കാർബണേറ്റ് ആണ്. എന്നിവ എന്താണ്? ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ആവരണമായി വർത്തിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെന്താണ്? ഇരുമ്പ് എന്താണ്? അന്തരീക്ഷ വായുവുമായിട്ട് പ്രവർത്തിച്ച് പൂർണ്ണമായിട്ട് നശിക്കുന്നുണ്ടല്ലേ. എന്നാൽ ഇരുമ്പിനെ പോലെ എന്താണ്? അലൂമിനിയവും കോപ്പറൊന്നും പൂർണ്ണമായിട്ട് നശിക്കുന്നില്ല. അലൂമിനിയത്തിൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന അലൂമിനിയം ഓക്സൈഡ്, അതുപോലെ എന്താണ്? കോപ്പറിൻ്റെ ഉപരിതലത്തിലുണ്ടാകുന്ന ക്ലാവ് എന്നിവ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ആവരണമായിട്ട് വർത്തിക്കുന്നു. അപ്പോൾ ക്ലാവിൻ്റെ രാസനാമം എന്താണ്? ബേസിക് കോപ്പർ കാർബണേറ്റ് ആട്ടോ. ബേസിക് കോപ്പർ കാർബണേറ്റ്. അതുകൊണ്ട് എന്താണ്? തുടർന്നുള്ള നാശനത്തിൽ നിന്നും ഇവ സംരക്ഷിക്കപ്പെടുന്നു. എന്നാൽ ഇരുമ്പിൻ്റെ ഉപരിതലത്തിൽ തുരുമ്പ് ഒരാവരണമായുണ്ടെങ്കിലും അതിൽ സൂക്ഷ്മ സുഷിരങ്ങൾ ഉള്ളതിനാൽ ലോഹം വീണ്ടും അന്തരീക്ഷവായുവുമായി നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നു. അപ്പോൾ അലൂമിനിയവും കോപ്പറൊക്കെ എന്താണ്? നശിക്കുന്നുണ്ടെങ്കിലും നാശനത്തിന് വിധേയമാവുന്നുണ്ടെങ്കിൽ എന്താണ്? ആ ലോഹങ്ങളുടെ ഉപരിതലത്തിൽ ഇത് ആവരണമായിട്ട് വർത്തിക്കുന്നു. പിന്നെന്താണ്? പിന്നീടുള്ള നാശനത്തിൽ നിന്നും ഇവ സംരക്ഷിക്കപ്പെടുന്നുണ്ട് ഈ ഒരു ആവരണം കൊണ്ട്. എന്നാൽ ഇരുമ്പിൻ്റെ ഉപരിതലത്തിൽ തുരുമ്പ് ഒരാവരണമായിട്ടുണ്ടെങ്കിലും അതിൻ്റെ സൂക്ഷ്മ സുഷിരങ്ങൾ ഉള്ളതിനാൽ എന്താണ്? ലോഹം വീണ്ടും അന്തരീക്ഷ വായുവുമായിട്ട് നേരിട്ട് സമ്പർക്കത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അത് പൂർണ്ണമായിട്ട് നശിക്കാൻ കാരണമാകുന്നു. അടുത്ത ഹെഡിങ് ആണ് മനുഷ്യ ശരീരത്തിലെ ലോഹങ്ങൾ. മനുഷ്യ ശരീരത്തിൻ്റെ ശരിയായ പ്രവർത്തനത്തിന് ചില ലോഹങ്ങളുടെ സാന്നിധ്യം അത്യാവശ്യമാണ്. സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക് തുടങ്ങിയവ ഇവയിൽ ചിലതാണ്. സ്വതന്ത്ര ലോഹങ്ങളായല്ല ഇവ ശരീരത്തിൽ കാണപ്പെടുന്നത്. ശ്വാസകോശങ്ങളിൽ നിന്ന് ശരീരകോശങ്ങളിലേക്ക് ഓക്സിജൻ എത്തിച്ചു കൊടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് തിരികെ കൊണ്ടുപോവുകയും ചെയ്യുന്ന ഹീമോഗ്ലോബിൻ തന്മാത്രയിൽ ഇരുമ്പിൻ്റെ സാന്നിധ്യമുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ്? കാൽസ്യമാണ്. എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതിന് പുറമെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കാൽസ്യം സഹായിക്കുന്നു. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ലോഹങ്ങൾ ഏതൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം, ഇരുമ്പ്, കൊബാൾട്ട്, സിങ്ക് ഒക്കെ കേട്ടോ. അപ്പോൾ ഇതൊക്കെ എന്താണ്? നമുക്ക് ശരീരത്തിൻ്റെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലോഹങ്ങളാണല്ലേ. അപ്പോൾ ഇതിൽ എന്താണ്? ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിട്ടുള്ള ലോഹം ഏതാണ്? കാൽസ്യമാണ്. അത് എന്താണ്? എല്ലുകൾക്കും പല്ലുകൾക്കും ബലം നൽകുന്നതിന് പുറമെ എന്താണ്? രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും കാൽസ്യം സഹായിക്കുന്നുണ്ട്. ശരീരത്തിന് സ്വയം നിർമ്മിക്കാനാവാത്തതിനാൽ ഈ ലോഹങ്ങളെല്ലാം ഭക്ഷണത്തിലൂടെ വേണ്ട അളവിൽ ലഭ്യമാകേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഇത് സ്വയം നിർമ്മിക്കാനാവില്ല. നമ്മുടെ ഭക്ഷണത്തിലൂടെയാണ് നമുക്ക് ഈ ഒരു ലോഹങ്ങളെല്ലാം നമ്മുടെ ശരീരത്തിന് വേണ്ട അളവിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് കേട്ടോ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുണ്ട്, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കട്ടോ. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.